ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ രാവിലെ 7 മണിയാണ് സമയം. ഒരു ചെറിയ ടൂർ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു 1 ഡേ ടൂറ്. അമ്മേൻ്റെയൊക്കെ കുടുംബശ്രീയിൽ നിന്ന് പോകുന്ന ടൂറാണ്. നമ്മൾ കോഴിക്കോടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ തന്നെ അകലാപ്പുഴ, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്, തോണിക്കടവ് ബീച്ച്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്താണ് പോകുന്നത്. രാവിലെ ഇപ്പോൾ 7 മണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. അങ്ങനെ ഒരു ടൂർ കേട്ടോ. അപ്പം ബസ് കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്പാടീനെ ഉറക്കത്തുനിന്ന് അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് വന്നതായിരുന്നു. ആളെ എടുത്ത് മുകളിലെത്തിയപ്പോഴത്തേക്ക് ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ട്. ഇനി അരപ്പുറത്തുനിന്ന് ആരെ കയറാണ്ട് അവനെടുക്കി. ഫ്രണ്ടിലിരിക്കണം. ഞാൻ അമ്മേനോട് ഫ്രണ്ടിലിരിക്കാമെന്ന് പറയുമായിരുന്നേ. അപ്പോൾ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെയായിരുന്നേ. പിന്നെ ഇത് 2-3 വീഡിയോ ആയിട്ടാട്ടോ ഞാനിടുന്നത്. കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടെ ഇടുമ്പം കുറേ ടൈം ഉണ്ടാവും. അതുകൊണ്ടാണേ. നോക്കടാ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് കൂരാച്ചുണ്ടെന്ന് ഒരു 1/2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ കേട്ടോ തോണിക്കടവിലേക്ക്. നമ്മളെ കോഴിക്കോട് കക്കയം ഡാമൊക്കെ ഇല്ലേ, കക്കയം ഡാമിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. അമ്പാടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം നമ്മൾ തോണിക്കടവിലെത്തിയേ. ഇവിടെ നമുക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. വലിയ ആൾക്കാർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നമുക്കിവിടെ കയറുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പാർക്കിൻ്റെ ഫീലാണുള്ളൂ കേട്ടോ. ഒരു പാർക്ക് പോലെയാണുള്ളത്. കാണാനെല്ലാം നല്ല രസമാണ്. പ്രകൃതിയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടമാവും കേട്ടോ ഈ സ്ഥലം. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് പറയായിരുന്നു, അച്ഛൻ ഇവിടെ ഇതിൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ പണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ കുറേ തെങ്ങുണ്ടായിരുന്നു എന്നൊക്കെ പറയായിരുന്നേ. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. പിന്നെ തോണിക്കടവിലേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളൊന്ന് ചുറ്റി കണ്ടു. വാച്ച് ടവറിൽ കയറി അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു എന്നേ ഉള്ളേ. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണേ. മുണ്ട നടക്കില്ലേ അത് കുട്ടിക്കുള്ളതല്ലേ. അമ്പോ അടുത്ത നമ്മൾ വാച്ച് ടവറിൽ കയറാൻ പോവാട്ടോ. രാവിലെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും.
ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമാവും കേട്ടോ. ഇവിടെ തോണി സർവീസൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇവിടെ എന്തോ ഒരു പ്രശ്നമൊക്കെ നടന്ന സമയത്ത് അത് അടച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാലോ, ഒരു പാർക്കിൻ്റെ ഒരു രീതിയിലാണുള്ളത് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. കുറേ ഒന്നുമില്ല, ഊഞ്ഞാലും ഇരുന്ന് നിരങ്ങുന്നതും അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളേ. പിന്നെ ഇവിടേക്ക് മാത്രമായിട്ട് വരുന്നത് മുതലാവില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്താണ് കരിയാത്തമ്പാറ ഉള്ളത്. കരിയാത്തമ്പാറയ്ക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ വയലടയുണ്ട്, കക്കയം ഡാമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും കൂടി ആയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടേക്ക് മാത്രമായിട്ട് വരുന്നത് അങ്ങനെ മുതലാവില്ലേ. മീനെ പിടിക്കുന്നുണ്ടല്ലേ അവിടെ? പക്ഷി കൊക്കാണോ? അതാ മീൻ ചാടുന്നുണ്ടാ? ആ സെന്ററിൽ മാത്രമായിട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അധികം നേരമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബോട്ട് സർവീസാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോനകത്ത് ആഡ് ചെയ്യാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.